Welcome back to the online class of Farooq High Secondary School, Farooq College. Myself, Muhammad SHAFEEQ, Department of Chemistry. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനും അതിന്റെ റൗൾസ് ലോയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേപ്പർ പ്രഷറിൽ തന്നെ വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചാണ്. ആ സോളിഡ് ആയ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിരിക്കണം. ഒരു നോൺ വോളറ്റൈൽ ആയ സോളിഡ് സൊല്യൂട്ട് ചേർക്കപ്പെട്ട സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യുന്ന റൗൾസ് ലോയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് is added into a solvent, the vapor pressure of solution is directly proportional to the mole fraction of the solvent എന്നതാണ് ഇവിടുത്തെ റൗൾസ് ലോ. അപ്പോൾ നോൺ വോളറ്റൈൽ ആയ സൊല്യൂട്ട് ചേർക്കപ്പെട്ട സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ മുഴുവനും തീരുമാനിക്കുന്നത് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. കാരണം സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണ്, അയാൾക്ക് വേപ്പർ പ്രഷർ ഇല്ല. അപ്പൊ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അടങ്ങിയ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അവിടെയുള്ള സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷന് ഡിപ്പെൻഡ് ചെയ്യും എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താ റൗൾസ് ലോ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർക്കപ്പെട്ട സൊല്യൂഷന്റെ റൗൾസ് ലോ? റൗൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, the vapor pressure of solution is directly proportional to the mole fraction of the solvent. Mathematically നമുക്ക് എഴുതാം PS directly proportional to X1 or Chi1. PS is the vapor pressure of solution, Chi1 is the mole fraction of the solvent. Also we can write PS is equal to P0 into Chi1, where P0 is a proportionally constant. It is the vapor pressure of pure solvent. So solvent ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴുള്ള വേപ്പർ പ്രഷർ ആണ് P0. ആ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയ സൊല്യൂട്ട് ചേർത്താൽ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ PS എന്ന് പറയുന്നത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും തീരുമാനിക്കുക. ഇവിടെയും നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഒരൊറ്റ സ്ട്രൈറ്റ് ലൈൻ ആണ് കാണാൻ പറ്റുക. അവിടെ Chi1 0 തുടങ്ങിയിട്ട് Chi1 1ലേക്ക് ഗ്രാഫ് പോകുമ്പോൾ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മുകളിലേക്ക് പോകും. അങ്ങനെ Chi1 1 ആകുമ്പോൾ ആ ഗ്രാഫ് P0 ആയിട്ട് മാറും. So when Chi1 is equal to 1 or mole fraction of solvent reaches 1, the vapor pressure of solution is equal to vapor pressure of pure solvent. അപ്പം സ്റ്റേറ്റ് റൗൾസ് ലോ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ചോദിച്ചാൽ പറയുന്നത് the vapor pressure of solution containing non volatile solute is directly proportional to the mole fraction of the solvent. This is the Raoult's law of solid in liquid solution. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് തരം ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. റൗൾട്ട്സ് ലോനെ ബേസ് ചെയ്ത് രണ്ട് തരം ലിക്വിഡ് സൊല്യൂഷൻ. ഒന്ന് ഐഡിയൽ സൊല്യൂഷൻ, രണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ. വാട്ട് ഈസ് ആൻ ഐഡിയൽ സൊല്യൂഷൻ? The solution which obey Raoult's law. The solution which obey Raoult's law is called ideal solution. ഒരു സൊല്യൂഷൻ ഐഡിയൽ ബിഹേവിയർ കാണിക്കണമെങ്കിൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യണം. എന്താണ് ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ? ചോദിക്കും, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? നിങ്ങൾ പറയണം, രണ്ട് സൊല്യൂഷൻ അഥവാ ഒരു സൊല്യൂഷൻ രണ്ട് ലിക്വിഡുകൾ ചേർന്ന ബൈനറി സൊല്യൂഷൻ ഐഡിയൽ ബിഹേവിയർ കാണിക്കണമെങ്കിൽ there is no volume change on mixing, there is no enthalpy change on mixing. Simply delta V mix is equal to 0, delta H mix is equal to 0. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിക്വിഡ് എയും ഒരു ലിക്വിഡ് ബിയും രണ്ടാളും 50 ml വീതമാണ് നമ്മൾ എടുത്ത്. അപ്പൊ 50 ml ഉള്ള എയും 50 ml ഉള്ള ബിയും നമ്മൾ മിക്സ് ചെയ്താൽ 100 ml സൊല്യൂഷൻ നമുക്ക് ലഭിക്കും.
ഈ 100 ml സൊല്യൂഷന്റെ ഈ 100 ml സൊല്യൂഷൻ കറക്റ്റ് ലഭിക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് 50 + 50 100, ആഡ് ചെയ്ത ശേഷവും 100 ആണെങ്കിൽ വോളിയം ചേഞ്ച് is equal to 0. അതാണ് there is no volume change. Delta V mix is equal to 0. രണ്ട് ഡെൽറ്റ H mix 0. There is no enthalpy change on mixing. എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് A എന്ന ലിക്വിഡിനെയും B എന്ന ലിക്വിഡിനെയും ഐഡിയൽ ആയി കണക്കാക്കി ആഡ് ചെയ്യപ്പെട്ടാൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ അവിടെ ഹീറ്റ് ഇവോൾവ് ചെയ്യാനോ ഹീറ്റ് അബ്സോർബ് ചെയ്യാനോ പാടില്ല. സോ ഡെൽറ്റ H mix is equal to 0. സോ രണ്ട് കണ്ടീഷൻ ഐഡിയൽ സൊല്യൂഷന്റെ ഡെൽറ്റ V mix is equal to 0, ഡെൽറ്റ H mix is equal to 0. എക്സാമ്പിൾ ആണ് ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും, ക്ലോറോ ഈഥൈനും ബ്രോമോ ഈഥൈനും പോലത്തെ സൊല്യൂഷനൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഐഡിയൽ സൊല്യൂഷൻ അതിന്റെ ബിഹേവിയർ കാണിക്കാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ കാരണം പറയുമ്പോൾ, സോ ദ സൊല്യൂഷൻ ദാറ്റ് ബിഹേവ് ആൻ ഐഡിയൽ സൊല്യൂഷൻ ഇൻ വിച്ച് the interaction between two liquid അഥവാ AB. സോ ലിക്വിഡ് എയും ലിക്വിഡ് ബി എടുത്താൽ ലിക്വിഡ് എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് AB. ലിക്വിഡ് എ ഒറ്റയ്ക്ക് എടുത്താൽ ഇന്ററാക്ഷൻ AA, ലിക്വിഡ് ബി ഒറ്റയ്ക്കാണെങ്കിൽ ഇന്ററാക്ഷൻ BB. അപ്പൊ ഇന്ററാക്ഷൻ എയും തമ്മിൽ AA, ഇന്ററാക്ഷൻ ബിയും തമ്മിൽ BB, രണ്ടും ഒന്നിച്ചെടുത്താൽ പുതിയ ഇന്ററാക്ഷൻ AB. ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ AB interaction is same as that of AA or BB interaction. അഥവാ AB ഇന്ററാക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് AA ഇന്ററാക്ഷനും BB ഇന്ററാക്ഷനും സെയിം ആയിരിക്കും. അപ്പൊ അവിടെ വേപ്പർ പ്രഷർ സെയിം ആയിരിക്കും ലിക്വിഡ് ഒറ്റക്കെടുക്കുമ്പോഴും ഒന്നിച്ചെടുക്കുമ്പോഴും. അപ്പൊ ലിക്വിഡ് A ഒറ്റക്കെടുക്കുന്നു, ലിക്വിഡ് B ഒറ്റക്കെടുക്കുന്നു, അതേ ഇന്ററാക്ഷൻ ആണ് AB ആയി എടുത്താൽ അപ്പോൾ വേപ്പർ പ്രഷർ കുറയില്ല കൂടില്ല. സച്ച് സൊല്യൂഷൻ ആണ് പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. സോ ദ സൊല്യൂഷൻ ഷോയിങ് ഐഡിയൽ ബിഹേവിയർ at which AB interaction is same as that of AA or BB interaction. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the solution which does not obey Raoult's law. ഒരു സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം സൊല്യൂഷന്റെ പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അവിടെയും രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഐഡിയൽ നേരെ ഓപ്പോസിറ്റ് ഡെൽറ്റ V mix not equal to 0, delta H mix not equal to 0. എന്ന് പറഞ്ഞാൽ there is a volume change on mixing, there is a enthalpy change on mixing. ഉദാഹരണം സൾഫ്യൂരിക് ആസിഡും വാട്ടറും രണ്ട് ലിക്വിഡാണ്. സൾഫ്യൂരിക് ആസിഡും വാട്ടർ മിക്സ് ചെയ്താൽ there is a change in volume, total volume change ചെയ്യും. അപ്പോൾ there is enthalpy, there is a volume change on mixing. And sulfuric ആസിഡും വെള്ളവും മിക്സ് ചെയ്താൽ heat evolving, heat പുറത്തൊരു exothermic reaction ആണ്. So there is an enthalpy change on mixing. So delta V mix not equal to 0, delta H mix not equal to 0. അത്തരം സൊല്യൂഷന്റെ പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് തരമായിട്ട് കാണാം. ഒന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ, രണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ മീൻസ് ദാറ്റ് the vapor pressure of solution or partial vapor pressure of components are greater than that expected from Raoult's law. അഥവാ ഐഡിയൽ സൊല്യൂഷനിലായിരിക്കുമ്പോൾ അഥവാ ഐഡിയൽ ആയിരിക്കുമ്പോൾ റൗൾട്ട്സ് ലോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രഷറിനെക്കാളും കൂടുതലായിരിക്കും അവിടുത്തെ കമ്പോണന്റ്സിന്റെയോ അല്ലെങ്കിൽ സൊല്യൂഷന്റെയോ വേപ്പർ പ്രഷർ. ഉദാഹരണം നോക്കാം. എത്തനോളും അസറ്റോണും. എത്തനോള് ഒറ്റക്കെടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറിനെക്കാളും കൂടുതൽ വേപ്പർ പ്രഷർ ഒബ്സർവ് ചെയ്യും എത്തനോളും അസറ്റോളും മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കി എടുത്താൽ. എന്തായിരിക്കും കാരണം? എത്തനോൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എത്തനോളും തമ്മിൽ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാൽ ബന്ധപ്പെട്ട് കിടക്കുക. ഈ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ എത്തനോളിന്റെ വേപ്പർ പ്രഷർ പൊതുവെ കുറവായിരിക്കും. അതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? അസറ്റോൺ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യും. അസറ്റോൺ വിൽ ബ്രേക്ക് ദ ഹൈഡ്രജൻ ബോണ്ട് ഓഫ് എത്തനോൾ. അസറ്റോൺ പോയിട്ട് എത്തനോളിന്റെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അവിടെ എത്തനോൾ ഇന്ററാക്ഷൻ കുറയുകയും കൂടുതൽ എത്തനോൾ വേപ്പറിലേക്ക് മാറുകയും വേപ്പർ പ്രഷർ ഓഫ് എത്തനോൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് എത്തനോൾ ഓർ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ
is more than that expected from Raoult's law. Such solutions are called solutions showing positive deviation from Raoult's law. So the liquid pairs that exhibit positive deviation at which AB interaction is weaker than AA or BB interaction. എന്താണ് അർത്ഥം? എത്തനോൾ ഒറ്റ കോമ്പൗണ്ട് ഇന്ററാക്ഷൻ AA, അസറ്റോണിന്റെ ഇന്ററാക്ഷൻ BB. ആ AA ഇന്ററാക്ഷനേക്കാളും BB ഇന്ററാക്ഷനേക്കാളും വീക്കർ ആയിരിക്കും എത്തനോളും അസറ്റോണും മിക്സ് ചെയ്ത ശേഷമുള്ള ഇന്ററാക്ഷൻ, അഥവാ മിക്സ് ചെയ്ത ശേഷമുള്ള ഇന്ററാക്ഷൻ AB. ആ AB ഇന്ററാക്ഷൻ വീക്കർ ആയിരിക്കും AA-യേക്കാളും BB-യേക്കാളും. അപ്പം സൊല്യൂഷനായി നിൽക്കുമ്പോഴാണ് എത്തനോൾ കൂടുതൽ വേപ്പർ പ്രഷർ കാണിക്കുക, സോൾവെന്റ് ആയോ സൊല്യൂട്ട് ആയോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും. അപ്പൊ രണ്ട് ലിക്വിഡായ എത്തനോളും അസറ്റോണും ഒന്നിച്ചെടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ ആയിരിക്കും കൂടുതൽ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ. അത്തരം സൊല്യൂഷന്റെ പേരാണ് solution showing non-ideal solution showing positive deviation from Raoult's law. കൂടുതൽ ഉദാഹരണങ്ങൾ മെത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് വാട്ടർ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇത്തരം ഉദാഹരണങ്ങൾ പരിശോധിക്കും. സോ അസറ്റോണും എത്തനോളും, മെത്തനോളും വാട്ടറും, എത്തനോളും വാട്ടറും ഒക്കെ എന്ത് ഉദാഹരണങ്ങളാണ്? സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അതിന്റെ ഗ്രാഫ് നമുക്ക് കാണാം. അവിടെ ഗ്രാഫിലെ റൗൾട്ട്സ് ലോ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ കൂടിയാണ് പുതിയ ഗ്രാഫ് വരിക. കാരണം റൗൾട്ട്സ് ലോ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രഷറിനെക്കാളും കൂടുതലായിരിക്കും ഇവിടെ കിട്ടുക. അതുകൊണ്ട് P1 ഗ്രേറ്റർ ദാൻ P10 into K1, P2 ഗ്രേറ്റർ ദാൻ P20 into K1, K2 P ടോട്ടൽ ഗ്രേറ്റർ ദാൻ P1 പ്ലസ് P2. എല്ലാവരും വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റും വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനും ഒക്കെ ഗ്രേറ്റർ ആയിരിക്കും ആരെക്കാളും? കമ്പോണന്റ്സിനൊക്കെ, സോറി, ഐഡിയൽ സൊല്യൂഷനെക്കാളും. സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. Non-ideal solution showing negative deviation from Raoult's law means that the vapor pressure of solution or partial vapor pressure of component is less than that expected from Raoult's law. വളരെ ക്ലിയർ ആണ്. അവിടെ Raoult's law ഐഡിയൽ ബിഹേവിയറിനെക്കാളും സൊല്യൂഷന്റെയോ കമ്പോണന്റെയോ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഉദാഹരണം ക്ലോറോഫോം അസറ്റോൺ. ക്ലോറോഫോം ഒറ്റയ്ക്കെടുക്കുമ്പോഴും അസറ്റോൺ ഒറ്റയ്ക്കെടുക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ കൂടുതൽ ക്ലോറോഫോം അസറ്റോണും ഒരു സൊല്യൂഷൻ ആയിരിക്കുന്നതിനേക്കാളും. എന്തുകൊണ്ട് സംഭവിച്ചു? ക്ലോറോഫോം അസറ്റോണും നമ്മൾ ഒന്നിച്ചെടുത്താൽ ക്ലോറോഫോമിനും അസറ്റോണും ഇടയിൽ പുതിയൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പുതിയൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ക്ലോറോഫോമിനും അസറ്റോണും ഇടയിൽ ഫോം ചെയ്യപ്പെട്ടാൽ ആ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഫലമായിട്ട് വേപ്പർ പ്രഷർ കുറയും. അപ്പൊ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും കമ്പോണന്റ്സിന്റെ വേപ്പർ പ്രഷറും ലോവർ ആയിരിക്കും സൊല്യൂഷനിലെ ആരെക്കാളും കമ്പയർഡ് ടു ഐഡിയലിനെക്കാളും. സോ ഹിയർ two solution അല്ലെങ്കിൽ the solution that exhibit negative deviation at which AB interaction is stronger than AA or BB interaction. അവിടെ പുതുതായി ഉണ്ടാകുന്ന AB interaction stronger ആയിരിക്കും AA-യേക്കാളും BB-യേക്കാളും. അപ്പൊ എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ കാരണം ചോദിച്ചാൽ the liquid phase that exhibit negative deviation at which AB interaction is stronger than AA or BB interaction. ഉദാഹരണമാണ് ക്ലോറോഫോം അസറ്റോൺ. ക്ലോറോഫോം ഒറ്റക്കെടുക്കുമ്പോഴും അസറ്റോൺ ഒറ്റക്കെടുക്കുമ്പോഴുള്ള ഇന്ററാക്ഷനേക്കാളും വലിയ ഇന്ററാക്ഷൻ ആയിരിക്കും ക്ലോറോഫോം അസറ്റോൺ ഒന്നിച്ചെടുത്താൽ അവിടെ ക്ലോറോഫോമിനും അസറ്റോണും ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുമ്പോൾ ഗ്രേറ്റർ സ്ട്രോങ്ങർ ഇസ് ദ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ, ലെസർ ഇസ് ദ വേപ്പർ പ്രഷർ ആണ്. അപ്പൊ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ ഇന്ററാക്ഷൻ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ അത്തരം സൊല്യൂഷൻ ആണ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. അപ്പം ഇതിന് ഉദാഹരണമാണ് ക്ലോറോഫോം, അസറ്റോണ്, HCl വാട്ടർ, HNO3 വാട്ടർ, H2SO4 വാട്ടർ എക്സെട്ര. അപ്പൊ ഇത്തരം സൊല്യൂഷന്റെ പേരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇവിടെ P1 ലെസ് ദാൻ P10 K1 ആയിരിക്കും, P2 ലെസ് ദാൻ P20 K2 ആയിരിക്കും, പിന്നെ P ടോട്ടൽ ലെസ് ദാൻ P1 പ്ലസ് P2 ആയിരിക്കും. നമുക്ക് നോക്കാം ഇതിന്റെ ഗ്രാഫും ഇതിന്റെ ഗ്രാഫ് Raoult's lawന്റെ ഗ്രാഫിന്റെ താഴെ കൂടെ കറക്കുക. കാരണം
the vapor pressure of component or solution is less than that expected from Raoult's law. കാരണം രണ്ട് ലിക്വിഡുകളെ മിക്സ് ചെയ്തപ്പോൾ അവിടെ പുതിയ ഇന്ററാക്ഷൻ ജനറേറ്റ് ചെയ്യുകയും ആ ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആവുകയും ചെയ്തപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ 3 തരം സൊല്യൂഷൻ പഠിച്ചു. ഐഡിയൽ സൊല്യൂഷൻ, non-ideal solution showing positive deviation from Raoult's law, ഉദാഹരണം പഠിച്ചു. പിന്നെ non-ideal solution showing negative deviation from Raoult's lawയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ലിക്വിഡ് സൊല്യൂഷൻ അവസാനിക്കുന്നു. ഒരൊറ്റ ടോപ്പിക് കൂടി പഠിക്കാനുണ്ട്, അസോട്രോപ്സ്. എന്താണ് അസോട്രോപ്സ് അല്ലെങ്കിൽ അസോട്രോപിക് മിക്സ്ചർ? The liquid mixtures that boils at a constant temperature like a pure liquid and possess same composition in vapor phase as well as liquid phase. എന്ന് പറഞ്ഞാൽ രണ്ടാളും ചേർന്ന സൊല്യൂഷൻ ആണ്. പക്ഷെ സൊല്യൂഷൻ പ്യുവർ ലിക്വിഡിനെ പോലെ ബിഹേവ് ചെയ്യും. ഒരു പ്യുവർ ലിക്വിഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്ന പോലെ ഈ സൊല്യൂഷൻ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. എന്നിട്ട് കോൺസ്റ്റന്റ് ബോയിൽ ചെയ്യുക മാത്രമല്ല ലിക്വിഡ് ഫേസിലെ കമ്പോസിഷനും വേപ്പർ ഫേസിലെ കമ്പോസിഷൻ എപ്പോഴും സെയിം ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഒരു പ്യുവർ ലിക്വിഡിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷൻ രണ്ടുപേരുണ്ടായിരിക്കും, എയും ബി ഉണ്ടായിരിക്കും. അപ്പൊ എ എന്ന ലിക്വിഡും ബി എന്ന ലിക്വിഡും ചേർന്ന് ഈ സൊല്യൂഷന് പ്യുവർ ലിക്വിഡിനെ പോലെ ബിഹേവ് ചെയ്യുകയും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുകയും അവരുടെ കമ്പോസിഷൻ വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലും ഒരേപോലെ ഉണ്ടാവുകയും ചെയ്താൽ അത്തരം മിക്സറിന്റെ പേരാണ് അസോട്രോപിക് മിക്സ്ചർ ഓർ അസോട്രോപ്സ്. രണ്ട് തരം അസോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്സ്, രണ്ട് maximum boiling point isotopes. The solution showing positive deviation from Raoult's law is called minimum boiling point isotope. I repeat, the solution showing positive deviation from Raoult's law is called minimum boiling. Example, ethanol water mixture. നമുക്കറിയാം എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 351.4 കെൽവിനും വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനാ. ഓരോന്നായി എടുക്കുമ്പോൾ എത്തനോളും വാട്ടറും ചേർന്ന സൊല്യൂഷൻ ആകുമ്പോ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യുക ഈ 373 അല്ല 351.3 പകരം 351.1 ബോയിൽ ചെയ്യും. അപ്പം ഇൻഡിവിജ്വലായ രണ്ട് ലിക്വിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻഡിവിജ്വലായ ബോയിലിംഗ് പോയിന്റിനേക്കാളും താഴെയാണ് 351.1 കെൽവിൻ. So the solution of ethanol and water boils at 351.1 Kelvin. But individually water boils at 373. Ethanol boils at 351.4. എന്താ ഇതിന് കാരണം? കാരണം എത്തനോളും വാട്ടറും മിക്സ് ചെയ്തപ്പോ പുതിയ ആ ഇന്ററാക്ഷൻ വീക്കറായി, അഥവാ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് എ ബി ഇന്ററാക്ഷൻ വീക്കറായി. അപ്പൊ എ ബി ഇന്ററാക്ഷൻ വീക്കറായാൽ കൂടുതൽ വേപ്പർ ഉണ്ടാവും. അപ്പൊ സൊല്യൂഷൻ ആണ് കൂടുതൽ വേപ്പർ ഉണ്ടാവുക അവർ ഇൻഡിവിജ്വൽ ആയി എടുക്കുന്നേക്കാളും. അത്തരം സൊല്യൂഷൻ ആണ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്സ്. അപ്പൊ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കോൾഡ് മിനിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്പ്. രണ്ട്, മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്പ്. എന്താ മാക്സിമം ബോയിലിംഗ് അസോട്രോപ്പ്? ദ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കോൾഡ് മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്പ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരൊക്കെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് അസോട്രോപ്പ് ആയിരിക്കും. നോക്ക് എക്സാമ്പിൾ, HCl-ഉം വാട്ടറും. HCl-ന്റെ ബോയിലിംഗ് പോയിന്റ് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ 188 കെൽവിനാണ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കോമൺ ആണ് 373 കെൽവിനാണ്. എന്നാൽ HCl-ഉം വാട്ടറും സൊല്യൂഷനായി മാറിയാൽ ഈ രണ്ടാണ് ബോയിലിംഗ് പോയിന്റ് അല്ലാത്ത 388 കെൽവിനിലാണ് ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യുക. അപ്പൊ സൊല്യൂഷനാണ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. എന്തേ കാരണം? അവിടെ HCl-ഉം H2O-ക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തു. അപ്പൊ സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്തപ്പോ അവിടുത്തെ വേപ്പർ പ്രഷർ കുറഞ്ഞു. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ സ്റ്റേജ് പഠിച്ചാണ് വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. അപ്പൊ HCl ഒറ്റക്കെടുക്കുമ്പോൾ 188 കെൽവിനില്, വാട്ടർ ഒറ്റക്കെടുക്കുമ്പോൾ 373. എന്നാൽ HCl-ഉം വാട്ടറും ഒന്നിച്ചൊരു സൊല്യൂഷനായി എടുത്താൽ അത് 388-ൽ ബോയിൽ ചെയ്യുന്നു. അതിനർത്ഥം അവിടെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആണ്. കാരണം വേപ്പർ പ്രഷർ കുറഞ്ഞു. കാരണം AB interaction stronger than AA or BB. How simple. What is maximum boiling isotope? The solution showing negative deviation are called maximum boiling isotope. The solution showing positive deviation are called the minimum boiling point isotope. ഇതോടുകൂടി സൊല്യൂഷന്റെ ഒരു ഭാഗം അവസാനിച്ചു. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ മൊത്തത്തിലെ സൊല്യൂഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ, concentration and expressing the concentration of solution, solubility, vapor pressure, Raoult's law, and finally ideal solution, non-ideal solution, and so on.